ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് വീക്ക് അപ്ലോഡ് ചെയ്ത ഫയൽ ആദ്യം ഒന്ന് മാറിപ്പോയായിരുന്നു. അതെന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒരുപാട് വൈകി എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും പിന്നെ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാട് ബഗ്ഗുകൾ. ഞാൻ സെലക്ട് ചെയ്യുന്ന ബീറോളായിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്ന ഫോട്ടോസോ വീഡിയോസോ ഒന്നുമല്ല വരുന്നത്, പകരം അതിന് തോന്നിയ ഫോട്ടോസും വീഡിയോസൊക്കെയാണ് അപ്പിയർ ആയിട്ട് വരുന്നതായിരുന്നത്. ഞാൻ ഫൈനലി വേറൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചതിന് ശേഷമാണ് ലാസ്റ്റ് വീക്ക് എപ്പിസോഡ് തട്ടിക്കൂട്ടിയത്. അപ്പോൾ ഏകദേശം ഒരു 5 മണി 5:15 കംപ്ലീറ്റ് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ സമയത്ത്. പിന്നെ ഉറക്കത്തിൻ്റെ ഒരു വഴുതിലായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തപ്പോൾ ആ ഒരു ഫയലും മാറിപ്പോയി. എന്തായാലും ഒരുപാട് നല്ല കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കമൻറ്റുകളൊക്കെ കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു അബദ്ധം എനിക്ക് മനസ്സിലായത്. അപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്തു, പകരം ആക്ച്വൽ ഫയൽ ഞാൻ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിച്ച എല്ലാവരോടും വലിയൊരു താങ്ക് യു. അപ്പോൾ എന്താ, ഇത് നമ്മളുടെ 39ാമത്തെ എപ്പിസോഡാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൺഡേ ടെക് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീക്ക് ഗൂഗിൾ പിക്സൽ 9 സീരീസ് ഫോണുകൾ ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എക്സ്പെക്ട് ചെയ്ത പോലെ 4 മോഡലുകളാണ് വന്നത്. ഗൂഗിൾ പിക്സൽ 9, 9 പ്രോ, 9 പ്രോ എക്സൽ, അതുകൂടാതെ 9 പ്രോ ഫോൾഡ് എന്ന് പറയുന്ന ഫോൾഡിൻ്റെ സെക്കൻഡ് ജനറേഷൻ അടക്കം 4 മോഡലുകൾ. ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. ഈ ഒരു വിലയിലാണ് ഇത് വരുന്നത്. ഇത്രയും ഫോണുകൾ വന്നപ്പോൾ കഴിഞ്ഞ വർഷത്തെ, അതായത് ഗൂഗിൾ പിക്സൽ 8 സീരീസ് ഉണ്ടല്ലോ, അതിൻ്റെ പ്രൈസ് ഗണ്യമായിട്ട് കുറച്ചിട്ടുണ്ട്. ആ ഒരു കുറഞ്ഞ വില പട്ടിക അതും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു പക്ഷേ ഇതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് ഡിസ്കൗണ്ടൊക്കെ അപ്ലൈ ചെയ്ത് ഇതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. 7th സീരീസും അതേപോലെ ഫോൾഡിൻ്റെ ഫസ്റ്റ് ജനറേഷനും ഗൂഗിൾ ഒഫീഷ്യലി ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രൊഡക്ഷൻ ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരിക്കില്ല. ഈ ഒരു 9 സീരീസ് ഫോണുകളിൽ ഗൂഗിൾ പിക്സൽ 9 പ്രോ എക്സൽ എന്ന് പറയുന്ന ഫോൺ നമ്മളുടെ ജെറി റിഗ് ഒന്ന് ഓടിക്കാനായിട്ട് നോക്കി. സംഭവം ഒടിഞ്ഞുമില്ല, വളഞ്ഞുമില്ല, നല്ലൊരു ഡ്യൂറബിലിറ്റി, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇപ്രാവശ്യത്തെ ഗൂഗിൾ പിക്സൽ 9 സീരീസ് ഫോണുകൾ ഗൂഗിൾ മേക്ക് ചെയ്തിരിക്കുന്നത്. iOS 18 അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. അതായത് iOS 18.1 ബീറ്റ അപ്ഡേഷൻ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു. അതിൽ NFC എല്ലാവർക്കും, യൂറോപ്യൻ യൂണിയനിലുള്ളവരല്ല, ഗ്ലോബലി ഉള്ളവർക്ക് അത് ആപ്പിൾ തുറന്നു കൊടുത്തിരിക്കുകയാണ്. അതായത് ലോക്ക്ഡ് ആയിരുന്നു. നമുക്ക് നമ്മളുടേതായിട്ടുള്ള കാർഡ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ആപ്പിൾ പേക്ക് മാത്രമായിരുന്നു ആ ഒരു NFC അവർ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി മുതൽ അങ്ങനെയല്ല. നമുക്ക് നമ്മളുടേതായിട്ടുള്ള കാർഡുകളോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനോ, തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോ യൂസ് ചെയ്തുകൊണ്ട് കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് ഈ ഒരു iOS 18 അപ്ഡേഷൻ കിട്ടുന്നതോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതിലൊരു ഒരു ഡിസ്ക്ലെയിമർ ഉള്ളത് ആപ്പിളാണ്. ഒരു പക്ഷേ അതൊരു AI ഫീച്ചറാണെന്ന് പറഞ്ഞിട്ട് അവർ എവിടേക്കെങ്കിലും മാറ്റി നിർത്തും, അല്ലെങ്കിൽ ഇനി iOS 16 മീൻസ് iPhone 16 എടുക്കുന്നവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്നുള്ളത് ഒരു ഗ്യാരണ്ടിയും ഇല്ല. എന്തായാലും പുതിയ വന്നിട്ടുള്ള iOS 18.1 ബീറ്റ അപ്ഡേഷനിൽ NFC അവർ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ആപ്പിളിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു റൂമറാണ്. 2026 ഒരു ടേബിൾ ടോപ്പ് റോബോട്ട് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതായത് ടോപ്പ് നോക്കുകയാണെങ്കിൽ, അതായത് മോൾ ഭാഗത്ത് ശരിക്കും നമ്മളുടെ ടാബ്ലറ്റ് പോലുള്ള ഒരു ഇൻ്റർഫേസ് ഉണ്ടായിരിക്കും, ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കതിൽ സിനിമ കാണാം. നമ്മൾ ഐഫോൺ അല്ലെങ്കിൽ ടാബ്ലറ്റൊക്കെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണോ ആ ഒരു ടൈപ്പിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരു റോബോട്ടിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇത് എന്താണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലുള്ള സ്മാർട്ട് ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് അലക്സ, ഗൂഗിൾ ഹോം ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ വേറൊരു എക്സ്റ്റെൻഡഡ് വെർഷൻ ആയിട്ടുള്ള ആപ്പിൾ ഡിവൈസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്തായാലും ഇതൊരു റൂമറാണ്. എപ്പോൾ വരും, എങ്ങനെ വരും, എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും നിലവിൽ പുറത്ത് വന്നിട്ടില്ല. ഇതിൻ്റേതായിട്ടുള്ള ഒരു ഇമേജ് കണ്ടത് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പോലെയാണ്. ലാസ്റ്റ് വീക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ടാബ്ലറ്റുകൾ ഇനി വരാനായിട്ട് പോകുന്നുണ്ട്. ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് എക്സ്പാഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 11 ഇഞ്ച് വരുന്ന IPS LCD ഡിസ്പ്ലേ, 7000 mAh ബാറ്ററി ഒക്കെ വെച്ച് വരുന്ന ആ ഒരു ടാബ്ലറ്റിൻ്റെ പ്രൈസ് ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വരെ പുറത്ത് വന്നിട്ടില്ല. എന്തായാലും ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് എക്സ്പാഡ് എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. 2023 ലെനോവോയുടെ സൈഡിൽ നിന്ന് ലീജിയൻ Y700 എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അത് ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ 2024 ആ ഒരു സെയിം ടാബ്ലറ്റ് പേര് മാറ്റിയിട്ട് ലീജിയൻ ടാബ് 8.8 Gen 2 എന്ന് പറയുന്ന പേരിലാക്കിയിട്ട് ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 1, അതെ, സ്നാപ്ഡ്രാഗൺ 8 Gen 1 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ആ ഒരു ടാബ്ലറ്റ് വരുന്നത്. ഈ മാസം തന്നെ ഇന്ത്യയിലോട്ട് അതിൻ്റെ ലോഞ്ച് ഉണ്ടാകും തന്നെയാണ് പറയുന്നത്. അതേപോലെ പോക്കോ എന്നുള്ള ബ്രാൻഡിങ്ങിൽ അവർ ആദ്യമായിട്ട് പുറത്തിറക്കുന്ന പോക്കോ പാഡ് ഈ മാസം 23 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ആ ഒരു ടാബ്ലറ്റ് പുറത്തിറങ്ങുന്നത്. അതിൻ്റെ ടീസർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഒരുപാട് ടാബ്ലറ്റുകളാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വരാനായിട്ട് പോകുന്നത്. ഹോണർ മാജിക് 6 Pro എന്ന് പറയുന്ന ഫോണിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫീച്ചറായിരുന്നു ഐ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മളുടെ കൈയിൻ്റെയോ കാലിൻ്റെയോ
സഹായമില്ലാതെ, അതായത് ഫോണിൽ തൊടാതെ തന്നെ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഫോൺ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കോളുകൾ എടുക്കാൻ സാധിക്കും, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സ്വൈപ്പ് ചെയ്യാനും അങ്ങനെ എല്ലാ പരിപാടികളും അത് വെച്ചിട്ട് സാധിക്കുമായിരുന്നു. ആ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ആ ഒരു അപ്ഡേഷൻ ഹോണറിൻ്റെ മറ്റ് ഫോണുകളിലോട്ടും ഈ മാസം മുതൽ അവരൊരു അപ്ഡേഷൻ വഴി ആ ഒരു ഫീച്ചർ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഇപ്പോൾ എനിക്കൊരു സംശയം ഉള്ളത്, ഹോണർ 200 സീരീസുകളാണ് നിലവിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫോണുകൾ എന്ന് പറഞ്ഞാൽ. ആ ഒരു ഫോണിലോട്ട് അത് കിട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല, അതൊരു സംശയമാണ്. പിന്നെ ഇന്ത്യയിലോട്ടും ഈ ഒരു ഫീച്ചർ കിട്ടും എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഔട്ട് ഓഫ് ചൈന എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ ഇന്ത്യ അടക്കം ഗ്ലോബലി ആ ഒരു അപ്ഡേഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഐക്യൂവിൻ്റെ സൈഡിൽ നിന്നുള്ള Z9S സീരീസിലുള്ള ഫോണുകൾ ഈ മാസം 21 ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. 2 ഫോണുകളാണ്, IQ Z9S, IQ Z9S Pro എന്ന് പറയുന്ന 2 മോഡലുകൾ. ഇപ്പോൾ അതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്, അതേപോലെ കളർ വേരിയൻറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് 21 അറിയാം, 2 ദിവസം കൂടിയേ ഉള്ളൂ. ആ ഒരു ഇവൻറ്റിൽ തന്നെ അവരുടെ സൈഡിൽ നിന്നുള്ള ഫസ്റ്റ് TWSഉം ഇന്ത്യയിൽ, ഐക്യൂവിൻ്റെ സൈഡിൽ നിന്നുള്ള ഫസ്റ്റ് TWSഉം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് പറയപ്പെടുന്നു. ഐക്യൂവിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിവോ വെർഷൻ വരാറുണ്ട്, വിവോൻ്റെ ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ IQ വെർഷനും വരാറുണ്ട്. ഇവിടെ ഇപ്പോൾ IQ Z9S Pro എന്ന് പറയുന്നതിൻ്റെ വിവോ വെർഷൻ, വിവോ T3 Pro എന്ന് പറയുന്ന ഫോൺ അധികം വൈകാതെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ടീസർ കാര്യങ്ങൾ, ഡിസൈൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ ഈ മാസം തന്നെ വിവോയുടെ സൈഡിൽ നിന്ന് IQ Z9S Proൻ്റെ വിവോ വെർഷൻ ആയിട്ടുള്ള വിവോ T3 Pro എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ടെക്നോയുടെ സൈഡിൽ നിന്ന് ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന ടാബ്ലറ്റിൻ്റെ ലീക്ക്ഡ് റെൻഡേഴ്സ് എന്ന് പറയുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് ടാബ്ലറ്റുകൾ മിഡ് റേഞ്ചിൽ, ഹൈ റേഞ്ചിൽ, ലോ റേഞ്ചിലൊക്കെ വരാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ടെക്നോയും ഈ ഒരു ടാബ്ലറ്റ് ഫാമിലിയിലേക്ക് കൂടിയിട്ടുണ്ട്. UPI ട്രാൻസാക്ഷൻ ലിമിറ്റ്, അതായത് ഒരു ദിവസം നമുക്ക് ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ പോലുള്ള UPI ആപ്ലിക്കേഷൻ വഴി അയക്കാൻ പറ്റുന്നത് മാക്സിമം 1 ലക്ഷം രൂപയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ആ ഒരു ലിമിറ്റിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം വരാനായിട്ട് പോകുന്നുണ്ട്. അതായത് ഒരു ദിവസം 5 ലക്ഷം രൂപ വരെയുള്ള ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. RBI അതിൻ്റെ സാങ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. സോ ഒരുപാട് UPI ട്രാൻസാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് അതൊരു വലിയ ഉപകാരമായിരിക്കും. ലാസ്റ്റ് വീക്ക് റിയൽമി 320 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ചൈനയിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവർ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു 4000 mAh ബാറ്ററി 5 മിനിറ്റ് കൊണ്ടാണ് ഫുൾ ചാർജ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവർ സെറ്റ് ചെയ്തത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏകദേശം 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 12 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മളുടെ ഫോണുകൾ ഇനി ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടെക്നോളജിയാണ് റിയൽമി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ സാംസങ്, ആപ്പിൾ, ഗൂഗിൾ ഇതൊക്കെ ഒന്ന് കണ്ടു പഠിക്കുക. അവിടെ പോയി 320 വാട്ട് വരെ ഫാസ്റ്റ് ചാർജിങ് എത്തി. ഇവരിപ്പോഴും 25, 45 എന്ന് പറഞ്ഞിട്ട് കടിച്ച് തൂങ്ങി നിൽക്കുകയാണ്. മോട്ടറോളയുടെ സൈഡിൽ നിന്നുള്ള ഈ മാസത്തെ 2ാമത്തെ ഫോണായിട്ടുള്ള മോട്ടറോള G45 എന്ന് പറയുന്ന ഫോൺ ഈ മാസം 21 ഫ്ലിപ്കാർട്ട് വഴി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടീസർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 6S Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് അതിനെ പവറപ്പ് ചെയ്യുന്നത്. നമ്മളതിൻ്റെ റിയർ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു വ്യത്യാസവും ഇല്ല, ഒരു ടിപ്പിക്കൽ മോട്ടറോള ഡിസൈൻ തന്നെയാണ് വരുന്നത്. കർവ് ഡിസ്പ്ലേ അല്ല, പകരം ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. എന്തായാലും ഒരു 18,000 രൂപയ്ക്ക് താഴെയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ 15,000 രൂപയ്ക്ക് താഴെ പോകാനും ചാൻസ് ഉണ്ട്. കാരണം 18,000 രൂപയ്ക്ക് മോട്ടറോള G85 അവിടെ ഉണ്ടല്ലോ. സോ അതിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ വരാനാണ് ചാൻസ് നിൽക്കുന്നത്. ഷവോമിയുടെ സൈഡിൽ നിന്ന് 8,000 രൂപയ്ക്ക് താഴെ റെഡ്മി A3X എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. യൂണിസോക്കിൻ്റെ ഒരു പ്രൊസസ്സറാണ് വരുന്നത്. 4GB റാം, 64GB ഇൻറ്റേർണൽ മെമ്മറി വരുന്നതിന് 6,999 രൂപ. 6GB റാം, 128GB ഇൻറ്റേർണൽ മെമ്മറി വരുന്നതിന് 7,999 രൂപ. സോ 10,000 രൂപയ്ക്ക് താഴെ ഒരു ഫോൺ നോക്കുന്നവർക്ക് ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം. ഷവോമിയുടെ സൈഡിൽ നിന്ന് സ്മാർട്ട് ബാൻഡ് 9 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കഴിഞ്ഞ ആഴ്ച യൂറോപ്പിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വരും ദിവസങ്ങളിൽ ഇന്ത്യ അടക്കം ഗ്ലോബലി അതിൻ്റെ ലോഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 2,000 രൂപയ്ക്ക് താഴെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സോ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു സ്മാർട്ട് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും അന്യം നിന്ന് പോയിരിക്കുകയാണ്. OnePlus ആണെങ്കിലും സാംസങ് ആണെങ്കിലും ഇത്തരത്തിലുള്ള സ്മാർട്ട് ബാൻഡുകൾ ഇപ്പോൾ പുറത്തിറക്കുന്നില്ല. ഇവരുടെ സൈഡിൽ നിന്ന് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 9th ജനറേഷനാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. OnePlusൻ്റെ സൈഡിൽ നിന്നുള്ള OnePlus Buds Pro 3 എന്ന് പറയുന്ന TWS ഈ മാസം 20 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു ലെതർ ടൈപ്പ് കേസൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് കാണാനൊക്കെ നല്ല ലുക്കുണ്ട്. ഏകദേശം ഒരു 15,000 രൂപയ്ക്ക് താഴെയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ OnePlusൻ്റെ TWSകൾ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. സാംസങ് ഗാലക്സി A സീരീസ് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന അവരുടെ AI ഫീച്ചർ ഇനി മുതൽ ഈ ഒരു A സീരീസ് ഫോണുകളിലും അതുകൂടാതെ ടാബ് S9 FE എന്ന് പറയുന്ന ടാബ്ലറ്റിലും അധികം വൈകാതെ സാംസങ് ഒരു അപ്ഡേറ്റ് വഴി ആ ഒരു ഫീച്ചർ ഈ മോഡൽ ഫോണുകളിലും അല്ലെങ്കിൽ ഈ ഒരു ടാബ്ലറ്റിലും കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. സോ നല്ല കാര്യമാണ് കേട്ടോ സാംസങ്. കാരണം അവരുടെ മറ്റ് മോഡലുകളിലോട്ടും അവർ ഈ ഒരു AI ഫീച്ചർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും കയ്യടി അർഹിക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ആപ്പിൾ ചെയ്ത തെണ്ടിത്തരം വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ എന്ന് പറയുന്നത്.
വേറെ എന്താ 3000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വലിയ നാഴികക്കല്ല് നമ്മളത് കഴിഞ്ഞ ആഴ്ച ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇനി 10000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന എൻ്റെ സ്വപ്ന നമ്പറിലോട്ട് എത്താനായിട്ട് ഇനി വെറും 7000 സബ്സ്ക്രൈബേഴ്സും കൂടി മതി. സോ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഫാമിലിയിൽ ഉള്ളവർക്കൊക്കെ ഇത്തരത്തിലുള്ള ടെക് റിലേറ്റഡ് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനിപ്പോൾ വേറെ ചിലവൊന്നുമില്ലല്ലോ, ചുമ്മാ കയറി പൊക്കോട്ടേന്നേ. ഓക്കെ, കാണുന്ന ആളുകളാണെങ്കിൽ മാത്രം മതി കേട്ടോ, വെറുതെ കയറി സബ്സ്ക്രൈബ് ചെയ്യേണ്ട. വേറെ എന്താ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.